സംസാരിക്കാൻ വന്ന ഹംഗറിയിലാണ്. ഹംഗറിയിൽ എല്ലാവർക്കും അറിയേണ്ട, എല്ലാവരും എബ്രോഡ് സ്റ്റഡി ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പഠിക്കാൻ വേണ്ടി നമുക്ക് എത്ര രൂപ ചിലവാകുന്നുണ്ട്, എങ്ങനെ വരാം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുമായ ഒരു വീഡിയോ നമുക്കൊരു സ്റ്റുഡൻറ്റിനെ കിട്ടിയിട്ടുണ്ട്, മലയാളി സ്റ്റുഡൻറ്റിനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു കൂട്ടുകാരനാണ്. അപ്പം അവനോട് ചോദിച്ചു നോക്കാം നമുക്ക് എങ്ങനെ ഇവിടെ വരാം, എങ്ങനെ എത്ര രൂപ ചിലവാകുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടി കമൻറ്റ് ചെയ്തോ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പം നിങ്ങൾ പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ ഡൗട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം വീഡിയോ നമ്മൾ സ്റ്റാർട്ട് പണ്ണാൻ പോവാണ്. ഫസ്റ്റ് എന്ന് വെച്ചാലേ ഇവിടെ എന്തുകൊണ്ടാണ് ഹംഗറി സെലക്ട് ചെയ്തത്? ഹംഗറി എന്ന് വെച്ചാൽ ഞാനിപ്പം പൊതുവെ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ സാധാരണ UK നല്ല ലിവിങ് എക്സ്പെൻസ് വരുന്നുണ്ട് കൂടുതൽ. അപ്പോൾ ഞാൻ കുറവായിട്ടുള്ള പോളണ്ട്, ലിത്വാനിയ, ഹംഗറി അങ്ങനത്തെ രാജ്യങ്ങൾ നോക്കിയപ്പോൾ ഹംഗറിയിൽ പൊതുവെ ലിവിങ് എക്സ്പെൻസ് കുറവാണ്. അതുകൊണ്ട് ഞാൻ ഹംഗറി തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എങ്ങനെ ഒരു മറ്റേ കോളേജ് തിരഞ്ഞെടുത്തു? കോളേജ് തിരഞ്ഞെടുത്ത് ഞാൻ ആദ്യമേ നേരിട്ട് ഇപ്പം ഡ്യുവൽ ഡിഗ്രി ഇവിടെ വരുന്നുണ്ട്. ഞാൻ എടുത്ത കോളേജ് എന്ന് പറഞ്ഞാൽ IBS എന്ന് പറഞ്ഞ കോളേജ് ഹംഗറിയിൽ. അത് ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജ് IBS ഹംഗറി തന്നെ. അതിൽ ബുദാപെസ്റ്റ് എന്ന് പറഞ്ഞ വലിയ സിറ്റിയാണ് ഇവിടെ കോളേജ് ഉള്ളത്. അപ്പം ഞാൻ ഇതേപോലെ ഏജൻസിയോടൊക്കെ ആദ്യം ചോദിച്ചായിരുന്നു, ഇതേപോലെ അത്യാവശ്യം നല്ല ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് MSc ഡാറ്റ അനലിറ്റിക്സ് എടുത്തേക്കുന്നത്. അപ്പം അതാകുമ്പോൾ പൊതുവെ കുറച്ച് ഭാവിയിലും കുറച്ച് നല്ല വഴി സംഭവം അതുള്ളതാ. അപ്പം അത് ഞാൻ ഏജൻസിയോട് ആദ്യം ചോദിച്ചു, എന്നിട്ട് ഇതേപോലെ ഞാൻ തിരഞ്ഞെടുത്തു. അത് പൊതുവെ ഒരു 13 ലക്ഷം ഒക്കെ ഇവിടെ ഫീസ് വരുന്നുണ്ട് ടോട്ടലായിട്ട് കോഴ്സിന് 13 ലക്ഷം രൂപ. ഇവിടെ ഞാനിപ്പോൾ മാസ്റ്റേഴ്സാണ് പഠിക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ 9 മാസമാണ് മാസ്റ്റേഴ്സ് ഉള്ളത്. 9 മാസത്തേക്ക് 13 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട് ഈ ഫീസ് മാത്രം. അപ്പോൾ ഈ എങ്ങനെയാ ഇത് അവിടുന്ന് എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടി? നാട്ടിൽ നിന്ന് വരാൻ എന്തായാലും ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് വേണം, PG അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിഗ്രിക്ക് 50% മാർക്ക് വേണം. എല്ലാത്തിനും എല്ലാം കൂടെ ചേർത്ത് 50% മേളിൽ മാർക്ക് വേണം. അതിൽ കുറവ് പറ്റത്തില്ല. പിന്നെ എംബസിയിൽ മെയിനായിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്, ഹംഗറിയുടെ ഒരു ബേസിക് ടെസ്റ്റാണ്, മാത്സിന്റെ. അതിൽ ഒരു 10 ഒരു 8 വേണം ക്വാളിഫൈ ആവണേൽ. എന്നാലും അല്ലെങ്കിൽ റിജക്റ്റ് ആവും വിസ പെട്ടെന്ന്. ഇത് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ. അറ്റൻഡ് ചെയ്യണം. അത് അറ്റൻഡ് ചെയ്തിട്ട് എംബസിയാണോ അത് സംഘടിപ്പിക്കുന്നത്? എംബസി, ഹംഗറിയുടെ എംബസി മുംബൈയിലുണ്ട്. അപ്പം മുംബൈയിൽ പോയിട്ട് നമ്മൾ ഇതേപോലെ വിസയുടെ ഇതെല്ലാം സബ്മിറ്റ് ചെയ്യുമ്പോൾ എക്സാമും ഉണ്ടാവും അതിൻ്റെ കൂടെ. ഓക്കെ. അപ്പം വേറെ എന്തൊക്കെ ഈ ഡോക്യുമെന്റ്സ് വേണം ഇങ്ങോട്ട് വരാൻ? ഡോക്യുമെന്റ്സ് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡിഗ്രിയുടെ ഈ TC അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണം. അതൊക്കെ മെയിനായിട്ട് ഇവിടെ വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഏജൻസി വഴി കൊടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് ഏജൻസി വരെ ആദ്യമേ അപ്ലൈ ചെയ്യണം. എന്നിട്ട് എംബസിയിൽ പോയിട്ട് എല്ലാം വിസ സബ്മിറ്റ് ചെയ്യുന്നത് സംഭവങ്ങളെല്ലാം നേരത്തെ നമുക്ക് അഡ്മിഷനൊക്കെ എടുക്കാം. അഡ്മിഷൻ എടുത്ത് ഫീസും അടച്ചിട്ട് ഫസ്റ്റ് ഫീസ് അടച്ചിട്ടാണ് നമ്മൾ ക്ലാസ് അപ്പോഴേ നേരത്തെ തുടങ്ങും. എന്നിട്ട് നമ്മൾ എംബസിയിൽ ഒരു ഡേറ്റ് ഇട്ട് കഴിഞ്ഞ് നമ്മൾ എംബസി പോന്നു. ഇത് കിട്ടിയില്ലേ, മാത്സ് ടെസ്റ്റ് പോവുകയാണെങ്കിൽ റിജക്റ്റ് ആവും. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പെട്ടെന്ന് വിസ വരികയും ചെയ്യും. 1-2 മാസത്തിനുള്ളിൽ വിസ വരും. ഓക്കെ. അപ്പം ഇവിടെ മറ്റേ അക്കോമഡേഷനൊക്കെ എങ്ങനെ ഈ പഠിക്കുന്ന കോളേജ് തന്നെ തളപ്പിട്ട് തരുമോ? കോളേജ് എംബസിയിൽ അവർ തന്ന ഈ സർട്ടിഫിക്കറ്റിനകത്തിലൊക്കെ പറയുന്നുണ്ട്, അഡ്മിഷൻ സർട്ടിഫിക്കറ്റിനകത്ത് കോളേജ് ക്യാമ്പസ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ അല്ലാതെ ഈ ഫേസ്ബുക്ക് വഴിയൊക്കെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. അതുവഴി ഞാൻ ഏകദേശം കുറഞ്ഞ് ഏകദേശം ഒരു 20,000, നാട്ടിലൊക്കെ 20,000 രൂപ വരുന്നുണ്ട് മാസം അക്കോമഡേഷൻ മാത്രം. അക്കോമഡേഷൻ എങ്ങനെ, ഡോം സിസ്റ്റം ആണോ അതോ നോർമൽ നമ്മുടെ ഫ്ലാറ്റും? അതിനൊക്കെ അത്യാവശ്യം ഒറ്റയ്ക്ക് നിൽക്കാൻ നമ്മൾ അത്യാവശ്യം റേറ്റ് നല്ലപോലെ വരുന്നുണ്ട്. ഇതിപ്പം ഒരു 3-4 മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ ചേർന്നെടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വില കുറവായിരിക്കും. 10-16,000 രൂപയ്ക്കൊക്കെ നിൽക്കാം. അത് മറ്റേ കോളേജ് തന്നെ അല്ല ചെയ്യുന്നത്, നമ്മൾ തന്നെ കണ്ടുപിടിച്ച് തരുമോ? കോളേജിന്റെ ക്യാമ്പസ് ആയിട്ട് തരുന്നുണ്ട്, പക്ഷെ നല്ല റേറ്റ് വരുന്നുണ്ട് മാസം. ഫുഡ് നമ്മൾ തന്നെ കുക്ക് ചെയ്യുക. അപ്പം കോളേജിന്റെ മറ്റേ ആ സ്ഥലത്തോ അതിൽ ഹോസ്റ്റൽ പോലെ അവിടെ ഫുഡ് തരുന്നുണ്ട്. അപ്പൊ അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം അതോ ഈ എല്ലാം കൂടെ കോഴ്സിനകത്ത്? അല്ലല്ല, കോഴ്സിനകത്തിലല്ല. നമ്മൾ ഈ അവിടെ ക്യാമ്പസിന്റെ എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ അതിന്റെ എല്ലാം കൂടെ ചേർത്തൊരു ബില്ലായിട്ട് തരുന്നത്. ഈ 13 ലക്ഷം രൂപ ഫീസ് വരുന്ന ഈ അക്കോമഡേഷൻ കൂട്ടാതെ ഫീസ്, കോഴ്സിന് മാത്രം ഫീസ്. ഓക്കെ. ഇപ്പൊ ഇവിടുത്തെ ഫുഡൊക്കെ കിട്ടുന്നുണ്ടോ? എങ്ങനെ ട്രൈ ചെയ്തോ? നാട്ടിലെ ഫുഡ് തന്നെയാണോ ട്രൈ? ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറന്റും അതുപോലെ ഇന്ത്യൻ കടകളൊക്കെ കുറെ ഉണ്ട്, സൂപ്പർ മാർക്കറ്റുകളൊക്കെ. അവിടെ അത്യാവശ്യം റേറ്റ് ഉണ്ട്, എന്നാലും നമ്മുടെ അരിയും സംഭവങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. അത് നാട്ടിലെ ഫുഡാണ് കൂടുതൽ ട്രൈ ചെയ്യുന്നത്. അതുപോലെ ഇവിടുത്തെ ആൾക്കാർ എങ്ങനെ സപ്പോർട്ടീവ് ആണോ? ഇപ്പൊ കോളേജിൽ പഠിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ പഠിക്കുന്നുണ്ടോ? ഇവിടുത്തെ ആൾക്കാരും പഠിക്കുന്നുണ്ട്. UK നിന്നും വരുന്നുണ്ട്, പോളണ്ട് അങ്ങനത്തെ വേറെ എല്ലാ രാജ്യത്തു നിന്നും വരുന്നുണ്ട്. അപ്പൊ അവരെങ്ങനെ സപ്പോർട്ടീവ് ആണോ? അതെന്തെങ്കിലും സപ്പോർട്ടീവ് ഒക്കെ അവർ ബിഹേവ് ചെയ്യുന്ന രീതി എങ്ങനെ എന്തെങ്കിലും? ബാക്കിയുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ റേസിസ് ഒക്കെ നല്ല കുറവാണ്. അതിന്റെ ഒരു ഇതുവരെ ഞാൻ ഇപ്പോൾ വന്നിട്ട് 4 മാസമായി.
ഇതുവരെ ഒന്നും അങ്ങനെ അനുഭവിച്ചു. ഒന്നുമില്ല. അപ്പൊ അതല്ല, ഇപ്പൊ ഈ ഇറങ്ങി നടക്കുന്നതിനും അല്ലെങ്കിൽ നിനക്ക് വെളിയിൽ വർക്ക് ചെയ്യുന്നതിനും എന്തെങ്കിലും അങ്ങനെ സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തെങ്കിലും ഇല്ല, അങ്ങനത്തെ ഒന്നും ഇല്ല. ഇല്ല. അപ്പൊ നിനക്ക് പാർട്ട് ടൈം കിട്ടുന്നുണ്ടോ? പാർട്ട് ടൈം എങ്ങനെയാ? ഞാനിപ്പോ എടുത്തേക്കുന്ന ഡെലിവറി ജോബ് എടുത്തേക്കുന്നത്. ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം കിട്ടുന്നുണ്ട്. ഇവിടെ വെയർ ഹൗസ് നമുക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാം. പിന്നെ ഡെലിവറി ജോബ് ഉണ്ട്. പിന്നെ ഇതുപോലെ KFC അങ്ങനത്തെ കടകളിലൊക്കെ നമുക്ക് ബില്ലിന്റെ സെക്ഷനിൽ ഇരിക്കാൻ പറ്റും. ഞാൻ ഇപ്പൊ എടുത്തേക്കുന്ന ഡെലിവറിയാ. ഓക്കെ. എങ്ങനെ ഇപ്പൊ ക്ലാസ്സും പാർട്ട് ടൈം കൂടെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? ക്ലാസ് എല്ലാ ദിവസവും വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇവിടെ ക്ലാസ് തുടങ്ങുന്നത്. 5 മണി വൈകിട്ടാണ് ക്ലാസ്. ഓക്കെ. ഒരു 5 മണി തൊട്ട് ഒരു 8:30 വരെ കാണും, ഒരു 9 മണി വരെ കാണും. അത് അല്ലാത്ത ബാക്കി സമയമെല്ലാം നമുക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാം. ഓൺലൈൻ ആണോ ക്ലാസ്? ഞാനിപ്പോൾ ഓൺലൈനാണ് കേൾക്കുന്നത്. അല്ല, ഓഫ്ലൈനും ഉണ്ട്. ഓഫ്ലൈനും വൈകിട്ട് 5 മണിക്ക് തന്നെ. ആണോ? ഓക്കെ. അപ്പൊ ഈ പാർട്ട് ടൈം ചെയ്താൽ നിനക്ക് എങ്ങനെയാ ഒരു എമൗണ്ട് കിട്ടുന്നുണ്ടോ? അതോ എല്ലാവരും പറയുന്ന പോലെ അത്ര എമൗണ്ട് ജീവിച്ചു പോകാനുള്ളതേ കിട്ടുന്നുള്ളൂ? എങ്ങനെ അതിന്റെ ഒരു രീതി? അല്ലല്ല, ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു ഏകദേശം ഒരു 1 ലക്ഷത്തിന് അടുപ്പിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഡെലിവറി ജോബ് ഞാൻ ഇപ്പൊ അത്യാവശ്യം ഓടുന്നുണ്ട്. 2 നമ്മൾ ഷിഫ്റ്റ് ഒക്കെ എടുത്ത് ഓടുന്ന ഇത്. ഇപ്പം ബോൾട്ടും ഫുഡോറ എന്ന് പറഞ്ഞ 2 ആപ്പ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ സ്വിഗ്ഗിയും സൊമാറ്റോയും പോലെ. അത് അത്യാവശ്യം നല്ലപോലെ പൈസ കിട്ടുന്നുണ്ട്. ഒരു ദിവസം നമ്മുടെ നാട്ടിൽ ഒരു 5,000 രൂപയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. 1 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. നിനക്ക് ഇവിടുത്തെ ഫീസ്, ചെലവ് എത്ര വരുന്നുണ്ട്? എക്സ്പെൻസ് എത്ര വരുന്നുണ്ട്? ചെലവ് ഞാനൊരു നാട്ടിലൊരു 15,000 രൂപയൊക്കെ വരുന്നുണ്ട് ചെലവ് ഒരു മാസം. ഫുഡിന് അല്ലാതുള്ള ചെലവല്ല. വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതുകൊണ്ട് അരി വാങ്ങിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ, ചിക്കന് അങ്ങനത്തെ വാങ്ങിക്കുന്നതൊക്കെ റേറ്റ്. അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസ് വരും. അപ്പൊ നിനക്ക് അക്കോമഡേഷനും ഫുഡും കൂടെ എത്ര രൂപ വരുന്നുണ്ട്? അക്കോമഡേഷനൊക്കെ ഏകദേശം ഒരു 20,000 രൂപ ഇന്ത്യൻ മണി വരുന്നുണ്ട്. പിന്നെ അത് ഞാൻ അപ്പാർട്ട്മെന്റ് പോലത്തെ എടുത്തേക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ ഇതെല്ലാം വരുമ്പോൾ ഏകദേശം ഒരു 40,000 റേഞ്ച് വരുന്നുണ്ട് മാസം. ബാലൻസ് പൈസ നമുക്ക് നാട്ടിൽ അയക്കാൻ പറ്റുമോ? എന്താ, ഞാൻ ഇതുവരെ നാട്ടിൽ അയച്ചിട്ടില്ല. വന്നിട്ട് 4 മാസമേ ഉള്ളൂ. നാട്ടിലോട്ട് അയക്കാൻ പറ്റും. അത്യാവശ്യം ഉണ്ടാക്കാം. ലോൺ അടച്ചു പോകാൻ പറ്റുന്നുണ്ട്? ലോൺ അത്യാവശ്യമൊക്കെ അടച്ചു പോവാം, കുഴപ്പമില്ല. ഓക്കെ. അപ്പം ഈ മറ്റേ ലാംഗ്വേജ് ഇപ്പൊ ഹംഗറി വേണോ അതോ ഇംഗ്ലീഷ് വേണോ? അല്ല, ഇവിടെ പൊതുവെ കോളേജ് എല്ലാം മെയിൻ ആയിട്ട് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നത്. ലാംഗ്വേജ് മെയിൻ ആയിട്ട് ഇംഗ്ലീഷ്. കോഴ്സ് ഇംഗ്ലീഷ്. അപ്പൊ അതുപോലെ നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ നിനക്ക് ലാംഗ്വേജ് വേണമെന്നുണ്ടോ? എങ്ങനെ? അല്ല, അതിനകത്ത് നമ്മൾ അതിനകത്ത് ഹംഗറിയും വേണ്ട വരും ചിലപ്പോഴൊക്കെ. പക്ഷെ അതിൻ്റെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷ് ആക്കിയിട്ട് അതുപോലെ നോക്കിയാൽ മതി. ആപ്പിൻ്റെ തന്നെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ IELTS അതുപോലെ എക്സാം ഒന്നുമില്ല? മറ്റേ മാത്സിന്റെ ടെസ്റ്റ് മാത്രമേ എംബസി വരുന്നുള്ളൂ. അപ്പൊ ഈ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടോ ഇവിടെ? ഇല്ല, ഞാനിപ്പോ ചെയ്യുന്നതിന് സ്കോളർഷിപ്പ് ഇല്ല. ഇവിടെ കിട്ടിയിട്ടുണ്ട്, കുറെ പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ട്. ഡിഗ്രി ഒക്കെ പഠിക്കുന്നവർക്ക് അത്യാവശ്യം സ്കോളർഷിപ്പ് ഉണ്ട്. ഇപ്പൊ കറന്റ്ലി കിട്ടുന്നത് നേരത്തെ ബിഫോർ കിട്ടിയിട്ടുണ്ടോ? നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് അധികം അറിയില്ല കിട്ടുന്നത്. ഇപ്പൊ കിട്ടുന്നില്ല. ഇന്ത്യൻ സ്റ്റുഡൻസ് കിട്ടുന്നില്ല, വേറെ സ്റ്റുഡൻസ് കിട്ടുന്നുണ്ടോ? അല്ല, പൊതുവെ ഞാൻ എടുത്തേക്കുന്ന കോളേജ് എനിക്ക് സ്കോളർഷിപ്പ് കൊടുക്കുമെന്നൊരു ഇതറിയത്തില്ല. ഞാൻ PG ചെയ്യുന്നത്, മാസ്റ്റേഴ്സ് ചെയ്യുന്നതുകൊണ്ട് എനിക്കിപ്പം സ്കോളർഷിപ്പ് ഇല്ല. ഇപ്പൊ നീ ഇത്രയും ലോൺ എടുത്തിട്ട് അല്ലെങ്കിൽ ഇത്രയും എടുത്തിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് നിനക്ക് പ്രയോജനം ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ യൂറോപ്പിൽ വരുന്നവർക്ക് എല്ലാവർക്കും ഒരു ഇതാണല്ലോ, ഇപ്പൊ ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു എമൗണ്ട് എടുത്തിട്ട് വരുമ്പോൾ അത് പ്രയോജനമാണോ ഇല്ലയോ? ഇവിടെ യൂറോപ്പിലെ ശംഖബിസ ആയിട്ട് കിട്ടുന്നേ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇപ്പം ഇവിടെ തന്നെ നിൽക്കണമെന്നില്ല പഠിച്ചു കഴിഞ്ഞ്. അപ്പൊ നമുക്ക് ഇപ്പം പഠിച്ചു കഴിഞ്ഞിട്ട് സ്റ്റേ ബാക്കിന്റെ സമയത്ത് നമുക്ക് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി ജോലിയുടെ അന്വേഷിക്കാം, വർക്ക് വിസ വെച്ച് നമുക്ക് നോക്കുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഈ നീ ചെലവാക്കിയ പൈസ നിനക്ക് ഈ പഠിക്കുന്ന സമയത്ത് തന്നെ കിട്ടുന്നുണ്ടോ? പാർട്ട് ടൈം അത്യാവശ്യം ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1 വർഷം കൊണ്ട് നമുക്ക് അത്യാവശ്യം ചെലവാക്കിയ പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും, നല്ലപോലെ ഓടിക്കഴിഞ്ഞാൽ. അല്ല, ഈ കോഴ്സ് കഴിഞ്ഞിട്ട് എത്ര വർഷത്തേക്കാണ് നിനക്ക് ഇത് വരുന്നത്? എങ്ങനെ വിസ വരുന്നത്? അതോ TRC വരുമോ? എങ്ങനെ അതിന്റെ രീതികൾ? നമ്മൾ അവിടുന്ന് എടുത്തിട്ട് അഡ്മിഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞ് എംബസിലെ ടെസ്റ്റും കഴിഞ്ഞ് വിസ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ പെർമിറ്റ് കിട്ടുന്നുണ്ട്, റെസിഡൻഷ്യൽ പെർമിറ്റ് കിട്ടുന്നുണ്ട്. അതിപ്പോ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് 9 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ജോബ് സീക്കിംഗ് വിസ എന്ന് പറഞ്ഞൊരു വിസയിലോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ആ സമയത്ത് നമുക്ക് ജോബ് അന്നേരം ഇവിടെ തന്നെ വേറെ രാജ്യത്തോട്ട് നമുക്ക് നോക്കാൻ പറ്റും? വേറെ രാജ്യത്തോട്ട് നോക്കാം, എല്ലായിടത്തും നോക്കാം. ഇവിടെയും കിട്ടും. യൂറോപ്പിൽ മൊത്തത്തിൽ നമുക്ക് നോക്കാൻ പറ്റും. ഹംഗറിയിൽ നിനക്ക് കിട്ടുന്ന നീ നമ്മൾ എടുക്കുന്ന ഡിഗ്രിക്ക് ഒരു വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ ഇന്ത്യ നമുക്ക് ഓക്കെ ആണോ? ഇന്ത്യയിൽ നല്ല വാല്യൂ ഉള്ള, കാരണം ഇവിടെ ഞാനിപ്പം പഠിക്കുന്നിടത്ത് എനിക്ക് 2 ഡിഗ്രി കിട്ടുന്നുണ്ട്. ഒന്ന് UK ഡിഗ്രി കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ബുദാപെസ്റ്റിലെ ഈ ഹംഗറിയുടെ ഒരു ഡിഗ്രി കിട്ടുന്നുണ്ട്, IBS ഡിഗ്രി. അങ്ങനെ ഡ്യുവൽ ഡിഗ്രി കിട്ടുന്നുണ്ട് എനിക്ക് ഇവിടെ മാസ്റ്റേഴ്സ് പഠിക്കും. അത് വെളിയിലോട്ടും യൂസ്ഫുൾ ആണ്, എല്ലായിടത്തോട്ടും നല്ല അംഗീകൃതമുള്ള സർട്ടിഫിക്കറ്റ്സ്. എങ്ങനെ നീ മറ്റേ ഇവിടുത്തെ ഏജന്റ് വഴിയല്ലേ വന്നേ? ഏജന്റ് എങ്ങനെ നീ എങ്ങനെ കണ്ടുപിടിച്ചത്? നീ നോർമലി പിള്ളേർ എങ്ങനെ കണ്ടു? നീ മറ്റേ ബന്ധു വഴിയല്ലേ കണ്ടുപിടിച്ചേ?
പിള്ളേരൊക്കെ എങ്ങനെ ഈ ഏജന്റ് കണ്ടുപിടിക്കുന്നത്? നല്ലൊരു ഏജന്റ് കണ്ടുപിടിച്ചത് സാധാരണ എല്ലാവരും ഈ ആഡ് വഴിയൊക്കെ ആയിരിക്കും, ഫോണിൽ തന്നെ ആഡ് വരുമല്ലോ. അപ്പം ആഡ് വഴിയായിരിക്കും സാധാരണ മെയിനായിട്ട് നമ്മുടെ അവിടെ സാന്റാ മോണിക്ക, അങ്ങനെ യൂറോപ്യൻ സ്റ്റഡി സെന്റർ, അങ്ങനെ 2-3 നല്ല ഇതുണ്ട്. ഞാനിപ്പോൾ വന്നത് യൂറോപ്യൻ സ്റ്റഡി സെന്റർ വഴിയാണ് വന്നത്. എത്ര രൂപ ചിലവാകും പിള്ളേർക്ക് എല്ലാവർക്കും ഒരു ഏജന്റ് വഴി വരുന്നത്? ഏജന്റ് വഴി വരുമ്പോൾ നമുക്ക് ഏജൻസിക്ക് ഒരു ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയുടെ അടുപ്പിച്ച് കൊടുക്കേണ്ടി വരും. വിസയുടെ കാര്യങ്ങൾക്കും പേപ്പറൊക്കെ റെഡി ആക്കുന്നുണ്ട്. ഒരു ഫീസ് 1.5 ലക്ഷം അടുപ്പിച്ച് വരുന്നുണ്ട് ഏജൻസിക്ക് മാത്രം. പിന്നെ വേറെ ഫീസുകളൊന്നും വരുന്നില്ല. ഇവിടെ PR അങ്ങനെയൊന്നും കിട്ടത്തില്ലല്ലോ? ഇവിടെ PR കിട്ടണമെങ്കിൽ ഹംഗേറിയന്റെ ലാംഗ്വേജ് അറിയണം. പാസ്സായി കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ. സ്റ്റുഡൻസിന് കിട്ടും ഉള്ളൂ. ഈ ഫസ്റ്റ് ഹംഗറി വന്നപ്പോൾ നിനക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പേടി ഉണ്ടായിരുന്നു? എന്തൊക്കെയായിരുന്നു ഈ നേരിട്ടൊരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ഏറ്റവും വലിയ പേടി എന്ന് വെച്ചാൽ ഇവിടെ പാർട്ട് ടൈം ജോലി കിട്ടും എന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു പേടി. കാരണം ഇപ്പൊ ലോൺ എടുത്തിട്ട് വരുന്നതുകൊണ്ട് അത്യാവശ്യം അടയ്ക്കണമല്ലോ. ഇപ്പൊ കോഴ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ ലോണിന്റെ അടവ് തുടങ്ങുന്നത്. അപ്പം പാർട്ട് ടൈം കിട്ടും എന്നുള്ള ഇതുള്ളൂ. കാരണം ഈ UK ഇങ്ങനെ കിട്ടുന്നില്ലെന്നൊക്കെ കുറെ ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇതെല്ലാം ടെൻഷനെല്ലാം മാറി കിട്ടിയത്. ഇവിടെ എല്ലാം ഓക്കെ ലാംഗ്വേജ് പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല, പൊതുവെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇവിടെ മെയിൻ 2-3 സൂപ്പർ മാർക്കറ്റുകളുണ്ട്. സ്പാർ, പെനി, ലിഡിൽ അങ്ങനെയൊക്കെ പറഞ്ഞ്. അവിടെ എല്ലാം സാധാരണ ഇംഗ്ലീഷ് അറിയാവുന്നവരൊക്കെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, നീ ഇവിടെ വന്നപ്പോൾ മലയാളീസ് ഉണ്ടോ? വേറെ നീ അല്ലാതെ വേറെ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ടോ? എത്ര പേര്? ഒത്തിരി പേരുണ്ടോ ഇവിടെ? മലയാളികൾ എൻ്റെ ക്ലാസ്സിൽ കുറവാണ്. ഞാൻ ഇപ്പോൾ 2 പേരേ ഉള്ളൂ ക്ലാസ്സിൽ മലയാളികളായിട്ടുള്ള. ബാക്കിയെല്ലാം പാകിസ്ഥാനികൾ, അങ്ങനെ പുറത്തുനിന്നുള്ള. മലയാളികൾ വരുന്നുണ്ടോ ഇങ്ങോട്ട് പഠിക്കാൻ? മലയാളികൾ വരുന്നുണ്ട് അത്യാവശ്യം. ജനുവരി ഇൻടേക്ക്, സെപ്റ്റംബർ ഇൻടേക്ക് ഉള്ളത് മെയിനായിട്ട്. അതിൽ സെപ്റ്റംബർ ഇൻടേക്കിൽ അത്യാവശ്യം ഇവിടെ കോളേജുകളെല്ലാം തുറക്കുന്ന സമയം. അന്നേരം അത്യാവശ്യം നല്ലപോലെ സ്റ്റുഡൻസ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ നിനക്ക് എന്താ പുതുതായിട്ട് ഇങ്ങോട്ട് യൂറോപ്പിലോട്ട് പഠിക്കാൻ വരുന്നപ്പോൾ ആൾക്കാരോട് എന്താ പറയുക? ഹംഗറി നല്ലതാണോ? അതോ ഹംഗറി വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എൻട്രി ആയിട്ട് ഹംഗറി എടുക്കാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ശങ്ക വിസ കിട്ടുന്നുണ്ട്, ബാക്കിയുള്ള രാജ്യത്ത് പോകാൻ പറ്റും. ഒരു എൻട്രി ആയിട്ട് നമുക്ക് വേണേൽ എടുക്കാം. ലിവിങ് എക്സ്പെൻസും കുറവാ, അതുകൊണ്ട് എടുക്കാം. ഇപ്പം നീ ചൂസ് ചെയ്തത് ലിവിങ് എക്സ്പെൻസ് കുറവായോണ്ടാ? ബാക്കി കൺട്രിയിൽ അപേക്ഷിച്ച് നിനക്ക് എങ്ങനെയാണ് ട്യൂഷൻ ഫീസ്? എങ്ങനെയാണ് ഇവിടെ കുറവാണോ? ഇവിടെ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം 9 മാസത്തേന് എനിക്ക് 13 ലക്ഷം രൂപ ടോട്ടൽ വരുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് ഫോറിൻ്റെ ഉപയോഗിക്കുന്നത്. ഫോറിൻ്റെ ആയതുകൊണ്ട് അത്യാവശ്യം 13 ലക്ഷം ബാക്കിയുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹംഗറിയിൽ അല്ലെങ്കിൽ യൂറോപ്പിലോട്ട് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് വേണ്ട അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് വീഡിയോ ചെയ്ത് തരാം. പിന്നെ നിങ്ങൾക്ക് ഇത് ബാക്കിയുള്ള സ്റ്റുഡൻസിലേക്ക് എത്തിക്കുക, കാരണം അവർക്കിതൊരു അവയർനെസ് ആയിട്ട് ഇരിക്കട്ടെ. കാരണം അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും, പാർട്ട് ടൈം, അതേപോലെ ലിവിങ് എക്സ്പെൻസ്, എന്തുകൊണ്ട് ചൂസ് ചെയ്തു, ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടോ, IELTS വേണോ, എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.